ഈ ദിനം ചരിത്ര ദിനം, വിവേകാനന്ദ സ്വാമിയുടെ 150-ാം ജന്മദിനം. വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനം ദേശീയ യുവജന ദിനമായി രാജ്യം ആചരിക്കുന്നു. 1893 സെപ്റ്റംബർ 11 കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന്റെ 400-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാർവദേശീയ സർവമത സമ്മേളനത്തിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ച് പ്രസംഗിച്ച യുവ സന്യാസി സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം ലോക ചരിത്രത്തിൽ വിശ്വമാനവികതയുടെ പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു. ഉത്തിഷ്ഠത ജാഗ്രത എന്ന 2 വാക്യം കൊണ്ട് മാത്രം മാനവരാശിയെ ഇളക്കിമറിച്ച മഹാനായിരുന്നു അദ്ദേഹം. ലോകത്തിനു മുമ്പിൽ ഭാരതത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച മഹാൻ. പ്രകൃതി രഹസ്യമറിഞ്ഞ മഹാജ്ഞാനികളുടെ നാടാണ് ഭാരതമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാൻ. 1893 സെപ്റ്റംബർ 11 ലോക പ്രശസ്തവും ചരിത്ര പ്രശസ്തവുമായ ചിക്കാഗോ പ്രസംഗം. എന്റെ അമേരിക്കൻ സഹോദരീ സഹോദരന്മാരെ എന്നുള്ള ആദ്യ വാചകം കൊണ്ട് തന്നെ ചിക്കാഗോ പ്രസംഗം ലോക ചരിത്രത്തിൽ ഇടം പിടിച്ചു. It fills my heart with joy unspeakable to rise in response to the warm and cordial welcome which you have given us. 18-ാം വയസ്സിൽ 1881 ശ്രീരാമകൃഷ്ണ പരമഹംസരെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലും ആശയത്തിലും ആകൃഷ്ടനാകുകയും ചെയ്തതോടെ പൂർവാശ്രമത്തിലെ നരേന്ദ്രന്റെ ജീവിതം പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറുകയായിരുന്നു. മാനവ സേവയാണ് മാധവ സേവയെന്ന് സ്വന്തം ഗുരുവായ ശ്രീരാമകൃഷ്ണൻ നരേന്ദ്രനെ ഉപദേശിച്ചു. 1886 ആഗസ്റ്റ് 16 ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ സമാധിയായി. സ്വന്തം ഗുരുവിൽ നിന്ന് ലഭിച്ച ആശയങ്ങളുടെയും ഭാരതത്തിലെ ഋഷിവര്യന്മാർ കാത്തുസൂക്ഷിച്ച ദർശനങ്ങളുടെയും പ്രചാരണത്തിനായി 1890 അദ്ദേഹം ഭാരത പര്യടനത്തിന് പുറപ്പെട്ടു. 1892 അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്. കേരളത്തിലെത്തിയ അദ്ദേഹം ഇവിടെ കാണാനിടയായ ജാതീയമായ ഉച്ചനീചത്വങ്ങളിൽ മനംനൊന്ത് കേരളം ഒരു പ്രാന്താലയമാണെന്ന് വേദനയോടെ വിളിച്ചു പറഞ്ഞു. തിരുവനന്തപുരത്തു നിന്ന് കേരളത്തിന്റെ ഭാഗമായിരുന്ന കന്യാകുമാരിയിലേക്കായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിന്റെ യാത്ര. കരയിൽ നിന്ന് 500 മീറ്റർ അകലെ കടലിന് നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പാറയിൽ അദ്ദേഹം ധ്യാനനിരതനായി. പുണ്യനദികളായ അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും സംഗമമാണ് ഇത്. പുരാതന കാലം മുതൽക്കു തന്നെ ഇവിടം പവിത്രമായ സ്ഥലമായാണ് കരുതപ്പെടുന്നത്. 3 പുണ്യനദികളുടെ പരിരംഭനത്തിന് നടുവിൽ ആ മഹാത്മാവിന്റെ സ്മരണകളാൽ ദീപ്തമായ വിവേകാനന്ദ മണ്ഡപം ലോക ജനതയ്ക്ക് മുമ്പിൽ ഒരു സുപ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഇന്നും ഉയർന്നു നിൽക്കുന്നു. ഒരേ ചരടിൽ തീർത്ത മുത്തുമണികൾ പോലെ ലോക ജനത മുഴുവൻ ഒന്നാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പാശ്ചാത്യ പൗരസ്ത്യ വ്യത്യാസമില്ലാത്ത ഒരു ഭാവി തലമുറയെ അദ്ദേഹം സ്വപ്നം കണ്ടു. വിശക്കുന്നവന് മുമ്പിൽ ദൈവം പോലും ആഹാരമായി പ്രത്യക്ഷപ്പെടണമെന്ന് പറഞ്ഞ മഹാൻ വഴിവാണിഭക്കാരുടെയും കർഷകരുടെയും കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരുടെയും ഇടയിൽ നിന്ന് ഒരു നവഭാരതം ഉണ്ടാകട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് 1902 ജൂലൈ മാസം 4-ാം തീയതി ആ സൂര്യ തേജസ് അസ്തമിച്ചു. ഈ 150-ാം ജന്മദിനത്തിൽ ആ മഹാത്മാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.